പ്രവാചകനോടുള്ള അള്ളാന്റെ പ്രേമത്തിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണമോ? ഒരുപാട് പറയാനുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് ഉദാഹരണം കൂടി പറഞ്ഞിട്ട് മാലാഖമാരുടെ സ്നേഹത്തിലേക്ക് കടന്നു വരാം. ഈ വിഷയത്തിന്റെ ഒരു തർത്തീബ് ഞാൻ ആദ്യം പറയാം. ഒന്ന്, അള്ളാഹു സ്നേഹിച്ച പ്രവാചകൻ. 2 മലക്കുകൾ സ്നേഹിച്ച പ്രവാചകൻ. 3 പ്രവാചകന്മാർ സ്നേഹിച്ച പ്രവാചകൻ. 4 പ്രപഞ്ചം സ്നേഹിച്ച പ്രവാചകൻ. 5 സഹാബത്ത് സ്നേഹിച്ച പ്രവാചകൻ. 6 നമ്മൾ സ്നേഹിക്കേണ്ട പ്രവാചകൻ. ഇത്രയും ഇന്ന് പറയാനുള്ളതാ. കസേരയർത്ത് തീർന്നില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സ്നേഹം തിരിച്ചു കൊടുത്ത ചില വ്യക്തികളുടെ കണ്ണീരലിയിപ്പിക്കുന്ന ചരിത്രം അത് പറഞ്ഞ് കണ്ണുനീരോടുകൂടി തന്നെ മാണിക്കോത്ത് മഖാം ഉറൂസിന്റെ 1ാമത്തെ ദിവസം സ്വലാത്തിന്റെ അകമ്പടിയോടെ ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അള്ളാഹു സ്നേഹിച്ചതിന്റെ അടുത്ത ഉദാഹരണം, അള്ളാഹു പ്രവാചകനോടെന്താ പറഞ്ഞത്? നബിയേ, ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് എന്നെ ഒന്ന് കാണണ്ടേ റസൂലേ. അള്ളാന്റെ റസൂല് പറഞ്ഞ് കാണണം റബ്ബേ, കാണണം. അങ്ങനെ അള്ളാഹു പടച്ച തമ്പുരാൻ റസൂലിനെ വിളിച്ചു, സ്വന്തം സ്ഥലത്തേക്ക് വിളിച്ചു. കാണണം, ഒരു ആഗ്രഹമാണ്. കുറെ കാലം കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മനസ്സിലാഗ്രഹം. സ്നേഹം മൂർധന്യതയിലെത്തുമ്പോഴാണ് നേരിട്ട് കാണുന്നത്. അത് ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ആദ്യം മിസ് കോൾ അടിക്കും, പിന്നെ മെസ്സേജ് അയക്കും, പിന്നെ രാത്രി വീട്ടിൽ പോയി കിടക്കുമ്പോ +2 പഠിക്കുന്ന പെൺകുട്ടിയുടെ മൊബൈലിൽ നിന്ന് കൂക്കു കൂക്കു മെസ്സേജ് പറഞ്ഞതാ. അപ്പോ അതിലിങ്ങനെ എഴുതി കാണിക്കും MUPILAN, മൂപ്പിലാൻ, ഉറങ്ങിയോ. മൂപ്പിലാനെന്ന് വിളിക്കൂല, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഉപ്പായ മൂപ്പിലാൻ എന്നാ വിളിക്കും. ചില സ്ഥലത്ത്, ഒരു സ്ഥലത്ത് ചെന്നപ്പോ പ്രൊഡ്യൂസർ എന്നാ വിളിക്കും. അത് വിവരം കൂടി പോയോണ്ടാ. പാപ്പാടെ പേര് പ്രൊഡ്യൂസർ എന്ന്. പാപ്പ വലിയ പവറിൽ നടക്കാം, എന്താ അർത്ഥം പാപ്പുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് അപ്പോ അങ്ങനെ മെസ്സേജിലൂടെ, മിസ് കോളിലൂടെ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തല്ലോ. ഒരു ബന്ധം. എന്നോടൊരാൾ ചോദിച്ചതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫർസാന എന്ന ഭാര്യ ഉണ്ടോ ഉസ്താദ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ മൗലൂദിൽ എങ്ങനെ ഉണ്ടല്ലോ? ഞാൻ പറഞ്ഞു മൗലൂദിൽ ഫർസാന എന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞത് ഏത് ഭാഗമാ? അല്ല, അതിന്റെ അർത്ഥമാണെന്ന് തോന്നുന്നു. വീട്ടില് ഞാനും എന്റെ ഭാര്യയും കൂടെ ഇരുന്ന് യാ നബി സലാം പാടിയപ്പോ അതിന്റെ അർത്ഥമായിട്ട് മക്കള് വേറൊരു പാട്ട് പാടിയെന്ന്. യാ നബി സലാമലൈക്കും. ഇത് ഉപ്പായും മാമയുടെ അങ്ങനെ പാടിയപ്പോ മക്കള് വെളിയിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കും. അവര് പറഞ്ഞു ഫർസാന എന്നെ മറന്നോ, നെഞ്ചകം വിട്ട് പറന്നോ. അപ്പൊ ഉപ്പാപ്പ യാ നബി ഇങ്ങനെ പാടിയെന്നാ. പാപ്പ വിചാരിച്ചത് റസൂലുള്ളാഹിയുടെ ഭാര്യയുടെ പേര് ഫർസാന. എന്ത് കഷ്ടമാണ്. തലച്ചോറ് വെള്ളം വേണ്ടേ? സീരിയൽ കണ്ടുകൊണ്ടിരുന്നാ അറിയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഇന്ന് ആൽബം പാട്ടുകളും ബന്ധങ്ങളും രാത്രിയായി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് നിവർത്തി വെച്ചിട്ട് ഫേസ്ബുക്കിലൂടെ 100 ആയിരക്കണക്കാരെ കാമുകന്മാരുടെ മെസ്സേജ് കൈമാറുമ്പോ അവസാനം നിന്റെ മധുരമുള്ള ശബ്ദം കേട്ടിട്ട് എനിക്ക് ഇരിക്കപ്പുറതിയില്ല. മാണിക്കോത്ത് നാട്ടിൽ എനിക്കൊരു സമാധാനമില്ല. ഞാൻ ചരിഞ്ഞു കിടക്കുമ്പോ നിന്റെ മുഖം, മലന്നു കിടക്കുമ്പോ നിന്റെ മുഖം, കമിഴ്ന്നു കിടക്കുമ്പോ നിന്റെ മുഖം കണ്ടേ പറ്റൂ. എവിടെ വെച്ച് കാണാം? പൗള് പറയും, നീ മാണിക്കോത്ത് ജംഗ്ഷനിലൊന്ന് വരൂ, 4 മണിക്ക് കാസർഗോഡ് ടൗണിൽ വരും. അല്ലോ, കാസർഗോഡ് ടൗണിൽ വരൂല, അവിടെ വന്ന് അടിയ. അങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിളിച്ചു കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ, പെണ്ണിനോടുള്ള നിന്റെ പൂതി അങ്ങോട്ട് തീരും. കാരണം ഫോണിലൂടെ കേട്ട ശബ്ദത്തിന്റെ സൗന്ദര്യം ചിലപ്പോ ശരീരത്തിനുണ്ടാവില്ല. ജീവിതത്തിൽ പിന്നെ ആരെ നീ ഫോൺ വിളിക്കത്തുമില്ല. അതുകൊണ്ട് കാണണമല്ലോ, അള്ളാഹുവിനെ കാണണം, റസൂലിനെ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കണം. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർളി മസലു നൂരിഹി കമിസ്കാതിൻ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുരി യുഖദു മിൻ ശജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തിനൂറ് പേര് പോലെ തന്നെ പ്രകാശപൂരിതമായ ആയത്തുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ അധ്യായത്തിലൂടെ അള്ളാന്റെ പ്രകാശത്തെക്കുറിച്ച് പറയുകയാ.
അള്ളാന്റെ പ്രകാശം വിശദീകരിക്കാൻ ഏത് മുഫസ്സിരീങ്ങൾക്കാ കഴിയുന്നത്? അള്ളാഹുവിനെ കാണാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചു പോയപ്പോ കലീമുല്ലാഹി മൂസാ നബി പടച്ച തമ്പുരാനെ കാണാൻ അള്ളാന്റെ പ്രകാശത്തിന്റെ കോടാനുകോടി രശ്മികളിൽ നിന്ന് ഒരു രശ്മി മാത്രം തുരിസീനാ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോ ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയേറ്റുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ട് നിലത്ത് വീണുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ പടച്ചതമ്പുരാൻ എങ്ങനെയാണോ അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുക്കാ പോവുകയാ. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അള്ളാഹു തന്നെ പറഞ്ഞു വിടുകയാണ് ഒരു വാഹനം. അള്ളാഹു തന്നെയാണ് പറഞ്ഞു വിടുന്ന ഒരു വാഹനം. ഇന്നോവയും സ്കോർപിയോയും ടാറ്റാ സഫാരി കോളിസ് ഒന്നും വന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് അതിൽ കയറി പോകാൻ പറ്റൂല. കാരണം വലിയ ദൂരമാണ്. പെട്ടെന്ന് തിരിച്ചു വരാൻ വേണം. കുറേ ദിവസം ഇങ്ങനെ അറസിന്റെ ഭാഗത്ത് പോയി കുറേ ദിവസം കഴിഞ്ഞ് മടങ്ങി വരാൻ പറ്റില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ കഴിയണം. അതിന് പറ്റിയ ഒരു വാഹനം വേണം. വെള്ളം ഒഴിക്കാൻ ഏതെങ്കിലും ചെറുപ്പക്കാർ കയറി വന്നാല് വെള്ളം ഒഴിച്ചു തരണം ആരെങ്കിലും. അള്ളാന്റെ റസൂലിനെ കാണാൻ വേണ്ടി വിളിച്ചു. കൊടുത്തയച്ച വാഹനത്തിന്റെ പേര് ഇസ്മുഹാ ബുറാഖ്. ബുറാഖ് എന്ന വാഹനമാണ്. ആ ഒരു വാഹനം എന്റെ സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. ലോകത്ത് അള്ളാന്റെ റസൂലിനല്ലാതെ ആ വാഹനത്തിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. جبريل وقف في شده رعبا فودع وخطف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. അള്ളാന്റെ റസൂലിനെ ആ വാഹനത്തിന്റെ അകത്ത് കയറ്റുകയാ. എങ്ങനെയുള്ള വാഹനമാണ്? സെക്കൻഡുകൾ കൊണ്ട് ആകാശലോകം കടന്നു പോകാൻ പവറുള്ള വാഹനം. ചില ആൾക്കാര് ഓട്ടോ എടുത്തിട്ട് ഓട്ടോയ്ക്ക് പേരിടും ബുറാഖ്. 4 പ്രാവശ്യം പിടിച്ചടിച്ചു നോക്കിയാൽ സ്റ്റാർട്ട് ആവാത്ത ഓട്ടോയാ, എന്നാൽ അതിന്റെ പേര് ബുറാഖ്. പുറകിൽ ആരെങ്കിലും വെള്ള ഡ്രസ് എടുത്തുകൊണ്ട് നിന്നാൽ അവസാനം വെസ്റ്റ് ഇൻഡീസിലെ ക്രിക്കറ്റ് താരങ്ങളെ കണക്ക് കരിങ്കുറ്റിയെ പോലെ ഇരിക്കും കുറച്ചു കഴിയുമ്പോൾ. അങ്ങനെയുള്ള ഓട്ടോയുടെ ഇടുന്ന പേരും ബുറാഖ് എന്ന്. അങ്ങനെ ഒരു മര്യാദയ്ക്ക് നമ്മൾ പേരിടണം. ഒരു സ്ഥലത്ത് കാറ്ററിംഗ് സർവീസുകാർ പേരിട്ടു അബാബി. ഞാൻ പറഞ്ഞു എന്താടാ പേരിടാൻ കാരണം? സാറ് വേറൊന്നുമില്ല, ചോറിലും ഇറച്ചിയിലൊക്കെ ഇന്ന് മുഴുവനും കല്ലും മണ്ണും ഒക്കെയാണ്. അപ്പൊ ഈ കല്ലുമായി ബന്ധപ്പെട്ട പക്ഷി അബാബിയിൽ പക്ഷികളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേരിടക്കട്ടെ, കല്ല് പറക്കുന്ന പക്ഷികളായിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞ അബാബ്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നതാ. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു വാപ്പ മോന് പേരിട്ടത് മുഹമ്മദ് അനിൽ എന്നാ. മുഹമ്മദ് അനിൽ സുനിൽ എന്നൊക്കെ പേരിടുന്നത് ഹൈന്ദവരാണല്ലോ. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പേരിട്ടത്? നിങ്ങളെ പ്രസംഗത്തിൽ നിന്ന് ഖുർആനായത്തിലൂടെ കിട്ടിയതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പ്രസംഗത്തിൽ എവിടെ അനിൽ എന്ന് പറഞ്ഞ വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞത് അനില. എന്തൊരവസ്ഥയാ, മിണ്ടാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പേരിടുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തയച്ച വാഹനം ബുറാഖാണ്. ആ ബുറാഖിനകത്ത് കയറിയിട്ട് റസൂലുള്ളാഹിനെ കൊണ്ടുപോവുകയാ. എന്തിനാണ് കൊണ്ടുപോയത്? ഒന്ന് കാണാനുള്ള ആർത്തിമൂത്ത് കൊണ്ടാണ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മൂർധന്യതയാണ് മിഅ്റാജ്. മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റ്. ആ മിഅ്റാജ് രാവിലെ കാറ്റിനും തെന്നലിനും ആ മിഅ്റാജ് രാവിലെ സാക്ഷിയായി പോയ അന്തരീക്ഷത്തിന് പോലും വല്ലാത്ത പുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലയോ നബിയായിട്ടുള്ള പ്രവാചകരെ, അല്ലാഹുവിന്റെ രക്ഷ അങ്ങേക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിഅ്റാജ് നടത്തിയത് എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള കൊതി കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂലിനെ അടുത്ത് വിളിച്ചിട്ട് അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ വകാന കാബ കൗസൈനി ഔ അദ്നാ
ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അമ്പും വില്ലും ചേർന്നു പോകുന്ന പോലെ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവുമായിട്ട് ചേർന്നു. എന്നാൽ ചില വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നു ഇത് വെറും സ്വപ്നമായിരുന്നു, നബിതങ്ങൾ നേരിട്ട് പോയിട്ടില്ല, ഇത് വെറും സ്വപ്നമായിരുന്നു എന്ന് പറയുന്നു. നബിതങ്ങൾ സ്വപ്നം കാണാൻ മാത്രമുള്ള അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവർ ചിന്തിച്ചു നോക്കി, ഒരു സ്വപ്നം കാണാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ നബി. നമ്മൾ എന്തെല്ലാം സ്വപ്നം കാണുന്നു. 1 രൂപയ്ക്ക് നിവർത്തിയില്ലാത്ത നമ്മൾ ഇവിടെ കിടന്ന് സ്വപ്നം കാണുന്നു. ഇത്തിഹാദ് ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ട് അബുദാബി ചെന്നിറങ്ങുന്നു. സെറ്റപ്പെട്ടാലോ അറബി കട്ടിലിൽ കിടന്ന് അടുത്തിടക്കട പെണ്ണുമുള്ള നടുവിൽ ചവിട്ടി തറയിലിടാനല്ലാതെ ഈ വല്ലതും നമുക്ക് പറ്റുമോ? എന്നാലും സ്വപ്നത്തിനൊരു കുറവില്ല. അങ്ങനെ സ്വപ്നം കാണാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ നബി. അല്ല പ്രിയമുള്ളവരെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു അയച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ചെങ്കിൽ ആ പ്രവാചകനെ അല്ലാഹു സ്നേഹിച്ചതിന്റെ അടുത്ത ഒരു ഉദാഹരണം കൂടി കേട്ടോ. കുറെ കാലം ജിബ്രീൽ വന്നില്ല, കുറെ നാള് ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല, ആയത്തിറങ്ങിയില്ല. ആകെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷം വരുന്നത്. പക്ഷേ ആയത്തിറങ്ങിയില്ല, കുറെ നാള് ജിബ്രീൽ പറന്നിറങ്ങിയില്ല. ആ സമയത്ത് ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞതെന്താ? അല്ലയോ മുഹമ്മദേ, നിന്റെ പടച്ചോ നിന്നോട് പിണങ്ങിയോ മുഹമ്മദേ? നിന്റെ അള്ളാഹു നിന്നോട് പിണങ്ങിയോ മുഹമ്മദേ? നിന്റെ ജിബ്രീലിനെ കാണാനില്ലല്ലോ. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടമായി പോയി. അള്ളാഹിന്റെ റസൂല് പ്രയാസത്തോടുകൂടി ഇരിക്കുമ്പോ ഒരു പാവപ്പെട്ട പൊന്നുമോൽ പൊട്ടിക്കരയുമ്പോ മാതാവ് ഓടി വന്ന് മാറോട് ചേർത്ത് വെച്ച് താലോലിക്കുന്ന രസത്തോടെ, താലോലിക്കുന്ന സുഖത്തോടെ അള്ളാന്റെ ജിബ്രീൽ പറന്നു വരികയാ. വല്ലുഹാ വല്ലൈലി ഇദാ സദാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഇറങ്ങുകയാ. സൂറത്തുൽ ളുഹാ ഇറങ്ങിയത് എന്തിനു വേണ്ടിയാ? അള്ളാന്റെ റസൂലിന്റെ മനസ്സിന് സമാധാനം കൊടുത്തുകൊണ്ടാ. എന്തുകൊണ്ട് ജിബ്രീൽ വരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുപോയ പ്രവാചകനോട് അള്ളാഹു പറയുന്ന നബിയേ, അങ്ങ് കരയണ്ട നബിയേ, അങ്ങ് വിഷമിക്കണ്ട നബിയേ. പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ ഒരു മാറാവ് താലോലിക്കുന്ന സുഖത്തോട് അള്ളാഹു പടച്ചതമ്പുരാ ലോകത്തിന്റെ നായകനെ ആസ്വദിപ്പിക്കുകയാ. അതുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, മനസ്സിൽ ടെൻഷനുള്ളവർ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണ്. കട തുറന്നോ കച്ചവടമില്ല, ഒരു കച്ചവടവും ഇല്ല, വെറുതെ FM-ന്റെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കും. നാട്ടിലെങ്ങും പാട്ടായി റേഡിയോ മാങ്കോ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് ചെലവാകാത്ത അരി ഇങ്ങനെ കൈ കോരിയെടുത്ത് അല്ലാഹുവേ എന്ത് ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് സൂറത്തുൽ ളുഹാ നല്ലതാണ്. മനസ്സിൽ ടെൻഷനുള്ളവർക്ക്. ഇന്ന് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് കണ്ടാൽ ശരിയാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ടെൻഷനാ. ഭർത്താവ് വിചാരിക്കും, നേരത്തെ ആരാ മിസ് കോൾ അടിച്ചല്ല. അവള് തിരിച്ചിങ്ങോട്ട് ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കും. എന്തിനേറെ വിവാഹം കഴിഞ്ഞാൽ മണവറയിൽ ആദ്യമായിട്ട് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത്, നേരത്തെ ഏതെങ്കിലും ചെറുപ്പക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു? തിരിച്ച് ഭാര്യ ഭർത്താവിനെ ചോദിക്കുന്നത്, ഉണ്ടായിരുന്നെന്ന് ഏതെങ്കിലും അടയുകൾ പറയോ? ഇല്ലെന്നല്ലേ പറയുള്ളൂ. പിന്നെ ഇതിനെ ചോദിക്കാൻ പോണേ? എത്ര ഉള്ളവരാണെങ്കിലും ഇല്ലെന്നേ പറയോ. കല്യാണത്തിന്റെ അന്ന് തന്നെ പറയോ? 5-6 മാസമൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങും. അപ്പൊ അത് മനസ്സിന്റെ അകത്ത് ടെൻഷനാണ്. മനസ്സിന്റെ അകത്ത് സമാധാനമില്ലാത്തവരെ ഏത് ജോലിക്കിറങ്ങിയാലും കച്ചവടം നടക്കുന്നില്ല, ഏത് കടയിൽ ചെന്നിരുന്നാലും കച്ചവടം നടക്കുന്നില്ല, ഏത് സ്ഥാപനം തുടങ്ങിയാലും വിജയിക്കുന്നില്ല, കയ്യിൽ കാശ് വരുന്നില്ല, കടം തീരുന്നില്ല, സമാധാനമില്ല. അങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉസ്താദേ, ഭർത്താവ് 10-20 കൊല്ലമായി വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുകയാ. ഇതുവരെ ഒരു 5 സെന്റ് ഭൂമി വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ മാസവും കാശയക്കുന്നുണ്ട്, പക്ഷേ കാശൊന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞ മനസ്സിന്റെ അകത്ത് സമാധാനമില്ലാത്ത മാണിക്കോത്തുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, ഓരോ
മാസവും പെരുകി വരുന്ന പൈസയുടെ കണക്കോർത്തുകൊണ്ട്, കടത്തിന്റെ ഗതിയോർത്തുകൊണ്ട് കണ്ണുനീരോടുകൂടി അള്ളാഹുവിനെ ഓർക്കുന്ന മാണിക്കോട്ടുള്ള പ്രിയപ്പെട്ടവങ്ങളെ, എന്നു രോഗമാണ് ഉസ്താദേ, രോഗം മാറുന്നില്ല. ഒന്നാമത്തെ കുട്ടിക്ക് രോഗം മാറുമ്പോ രണ്ടാമത്തെ കുട്ടിക്ക് രോഗം വരികയാ. അതേ, ഒരു വീട് വെക്കാൻ വേണ്ടി കല്ലിട്ടിട്ട് കുറ്റിയടിച്ചിട്ട് നാടുകളേറെയായി, ഇതുവരെ ആ വീടിന്റെ പണി നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയ ഈ സമുദായത്തിന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഏത് സൂറത്താണ് നിങ്ങൾ ഓതേണ്ടതെന്ന് ചോദിച്ചാ റസൂലുള്ളാഹിയുടെ മനസ്സിന് സമാധാനം കൊടുത്ത അല്ലാഹുവിന്റെ